ഇത് ചരിത്രത്തിലേക്കുള്ള ഓട്ടമൊന്നല്ല, ഓട്ടത്തിനെ കുറിച്ച് പറയാം. ഹലോ ഗൈസ്, അങ്ങനെ നേരം ബെറബറാന്ന് വെളുക്കുന്നതിന് മുമ്പ് നമ്മൾ ഇങ്ങനെ രാവിലത്തെ വൈബൊക്കെ ആസ്വദിച്ച് ക്രിക്കറ്റ് കളിക്കാൻ പോവാണ്. ഇവിടെ ഉള്ള ആകെയുള്ള 7 ദിവസത്തിൽ ആകെയുള്ള ഒരു ആശ്വാസമാണ് ക്രിക്കറ്റ് കളി. വെള്ളിയാഴ്ചത്തെ വല്ലാത്തയാരി നമ്മളെ ക്രിക്കറ്റ് ഗ്രൗണ്ടിലേക്കുള്ള വഴിയിലാണ് ഗെയ്സ് നമ്മളുള്ളത്. ഗെയ്സ് അതിമനോഹരമായ നാട്ടിലേതോ ഇടവഴിയിലൂടെ പോകുന്ന ഓർമ്മയാണ് നമുക്കിപ്പം വരുന്നത്. വല്ലാത്ത ഓർമ്മ. നാട്ടിൽ ഓർമ്മയൊന്നും ഇല്ലാണ്ട് കാണാൻ ഇങ്ങോട്ട് വന്നു. എവിടെയും നാട്ടിൽ ഓർമ്മ പോകുകയിലൂടെ നേരെ ഇങ്ങനെ വെളുത്ത് വരുന്നൊരു സമയം ഉണ്ടായല്ലോ. വല്ലാത്ത ജാതി ഫീൽ ആട്ടത്. നമ്മളെ ഡ്രൈവർ ശരിയില്ല, കമ്പ് ചാടിക്കുമ്പോ വണ്ടി എളുകുന്നുണ്ട്. നമ്മളങ്ങനെ നമ്മളെ ഗ്രൗണ്ടിലേക്ക് എത്താൻ പോവാണ്. ഗേസ് ഗ്രൗണ്ടിലേക്ക് എത്താൻ പോവാണ്. ഇറങ്ങണ്ട, പോവാ. കളി തോറ്റി. നമ്മളെ പേസ് ബോളർ മാൻഡ്രക്ക്, ടീമിന്റെ മാൻഡ്രക്ക് എന്നുണ്ടോ അന്ന് കളി നോക്കൂ. പേര് അർജുന. അവന്റെ വിചാരം എന്താ അറിയോ, മഹാഭാരതത്തിൽ അർജുനാണ്. നമ്മളെ മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻ ആണ്. ഏത് കളിയും തോക്കുന്ന നിമിഷത്തിൽ ജയിപ്പിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് ഇദ്ദേഹത്തിനുണ്ട്. ഇതാ നമ്മളെ കപ്പിത്താൻ ടർബോ ജോസ്. അപ്പോൾ റാഷിയുടെ ഭാഷയിൽ ഗൈസ് നമ്മുടെ ടീമൊക്കെ എത്തി. നമ്മളെ ഓൾമോസ്റ്റ് എല്ലാ പ്ലേയേഴ്സും എത്തി. നമ്മളെ ടീം കളിക്കുന്നത്. നമ്മുടെ ടീമിൻ്റെ പേര് തണ്ടർ സ്ട്രൈക്കർ എന്നാണ്. അപ്പം നമ്മൾ ഓപ്പോസിറ്റ് ടീമിനെ വെയിറ്റ് ചെയ്തായിരുന്നു. നമ്മൾ ചെറുതായിട്ടൊരു പ്രാക്ടീസ് സെഷൻ പോലെ ബോളും ബാറ്റൊക്കെ ചെയ്തു. പ്ലേയേഴ്സൊക്കെ ഒന്ന് വാംപ്പായി. ഓപ്പോസിറ്റ് ടീമിനെ വെയിറ്റ് ചെയ്യുകയായിരുന്നു നമ്മൾ. ആ സമയത്ത് നമ്മളൊന്ന് വാം ചെയ്തു, ബാറ്റും ബോളൊക്കെ ഒന്ന് ചെയ്തു. ഓപ്പോസിറ്റ് ടീം പ്ലേയേഴ്സൊക്കെ വന്നു. കളി ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യൂ. ഫ്രണ്ട്സ്, ഈ ക്രിക്കറ്റിന് വേറൊരു പേരുണ്ട്, കിറുക്കന്മാരെ കളി എന്ന് പറയും, വട്ട് എന്ന് പറയും. നിങ്ങൾ യോജിക്കുന്നുണ്ടോ ക്രിക്കറ്റ് ഒരു കിറുക്കന്മാരെ കളിയാണോ? നമ്മളെ കളി സ്റ്റാർട്ട് ചെയ്തു, നിങ്ങൾ കമൻറ്റ് ചെയ്യും കേട്ടോ. ക്രിക്കറ്റ് ഒരു കിറുക്കന്മാരെ കളിയാണോ, അല്ലെങ്കിൽ ഈ ഒരുമിച്ച് പല തരം ജോലിയിൽ പലതരം സ്ട്രെസ്സ് കൂടെ പോകുന്ന പലതരം ജോലി വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഒരുമിച്ച് ഒരു സ്ഥലത്ത് വന്ന് കൂട്ടമായിട്ട് എൻജോയ് ചെയ്യുന്നത്, ഇത് നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ ഒരാണായി പറഞ്ഞതിൻ്റെ പേരിൽ ഒരാൺകുട്ടിയായി ജനിച്ചതിൻ്റെ വട്ടാണിത്. ഇത് ശരിക്കും നമ്മൾ പ്ലെയേഴ്സ് ശരിക്കും എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കിത് ഇതേപോലെ എല്ലാം ഒരുമിച്ച് കളിക്കാൻ പറ്റട്ടെ എന്നാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്, പ്ലെയേഴ്സ്. അപ്പം 2 മാച്ചായിരുന്നു കളിച്ച്. ഒന്നിൽ നമ്മൾ ജയിച്ചു, ഒന്നിൽ അവരും ജയിച്ചു. എനിക്കൊന്നേ പറയാനുള്ളൂ, ഞങ്ങൾ ബോയ്സ് പൊളിയാണ്.